ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു MDF ബോർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ MDF ബോർഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് മീഷോയിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ് MDF ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ MDF ബോർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ നമ്മുടെ ഗ്ലാസ് ഷീറ്റിൽ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാനൊരു സ്റ്റെഡാണ് ചെയ്ത് കാണിക്കുന്നത്. ആദ്യം തന്നെ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കുന്തൻ സ്റ്റോൺ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ സ്റ്റോൺ സെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റഡ് കമ്മലാണ് ഇന്ന് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്ലവർ ടൈപ്പ് സ്റ്റോണുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമുക്ക് വർക്ക് ചെയ്യാനൊന്നുമില്ല, ഓൾറെഡി സെറ്റായിട്ടുള്ള സ്റ്റോൺ ആയിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്താൽ മതി, സ്റ്റഡ് പോസ്റ്റ് ഞാൻ എങ്ങനെയാണോ അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റഡ് കമ്മൽ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ MDF ബോർഡ് നമുക്ക് മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. ജ്വല്ലറി മേക്കിങ്ങിൽ നമ്മുടെ മാലയുടെ ലോക്കറ്റും കമ്മലിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ നമ്മൾ റെസിനാർട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് MDF ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലത്തെ നല്ല കമ്മലുകളൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് ചെയ്യാം, അതുപോലെ തന്നെ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇന്ന് നമ്മുടെ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൗണ്ട് സ്റ്റോണ് ജസ്റ്റ് എങ്ങനെ നമ്മൾ സ്റ്റഡ് പോസ്റ്റിൽ അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനേക്കാൾ, അതായത് 2 സെക്കൻഡിൻ്റെ വീഡിയോ ഇടുന്നതിനേക്കാളും നല്ലത് ഇതുപോലൊരു വീഡിയോ ആകുമ്പം നിങ്ങളെ കയ്യിൽ കുന്തൻ സ്റ്റോൺ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോൺ വെച്ച് വർക്ക് ചെയ്യുന്ന ഒന്നും കൂടെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ കയ്യിൽ ഒരു 10 രൂപയുടെ കുന്തൻ സ്റ്റോൺ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മോഡൽ കമ്മലുകൾ ഇടാൻ പറ്റും അല്ലേ. അപ്പോൾ MDF ബോർഡ് ഇല്ല എന്നുള്ളവർ എന്ത് ചെയ്താൽ മതി, സാധാ ഗ്ലാസ് ഷീറ്റ് എടുത്താൽ മതി. ഇനി ശ്രദ്ധിക്കുക, ഞാനിവിടെ ഒരു സ്റ്റഡിൻ്റെ ഉള്ളിലൂടെ ക്യാൻവാസ് പേപ്പറിന് ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ MDF ബോർഡിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതാ അറ്റാച്ച് ചെയ്ത് കൊടുത്ത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആ ബാക്കിൽ വരുന്ന ആ ഒരു പോർഷൻസ്, അതായത് നമ്മുടെ MDF ബോർഡിൻ്റെ പോർഷൻസ് ഒന്നും കാണത്തുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ നല്ല അടിപൊളി കമ്മലുകൾ എന്ത് ചെയ്യുക, വീട്ടിൽ തന്നെ മേക്ക് ചെയ്യുക. അപ്പോൾ ഇനി തൊട്ട് ഡ്രസ്സുകൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യരുത്, ഇതുപോലത്തെ ഫാൻസി കമ്മലുകൾ ഇടുന്നവർ കടയിൽ നിന്ന് മേടിക്കാൻ പാടില്ല, നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ മേക്ക് ചെയ്യണം. നമ്മൾ 10, 100, 120, 150 കൊടുക്കുന്ന ഈ സാധനം ചുരുങ്ങിയ വിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇത് അതിൻ്റെ ബാക്ക് പോർഷൻ വൈറ്റ് കാണാതിരിക്കാൻ വേണ്ടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്റ്റഡ് കമ്മൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഗ്രൂപ്പിലിടുക. അതുപോലെ തന്നെ നിങ്ങളെ മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങളെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലൊക്കെ ഒരു ബിസിനസ് ആക്കാനും പിന്നെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മുടെ ഓരോ മോഡലുകളാണ് ഈ കാണുന്നത്. ഇഷ്ടമായാൽ എല്ലാവരും ഗ്രൂപ്പിൽ കമൻറ്റ് ഇടും കേട്ടോ.